ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻ ഫിഷ് ബ്ലോഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇതിനെപ്പറ്റിയൊക്കെ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ, അതായത് 4 സിസ്റ്റംസ് ഉണ്ട്: ബയോഫ്ലോക്ക്, അക്വാഫോണിക്സ്, പടുതാക്കുളം, പിന്നെ അതിൻ്റെ കൂടെ നാച്ചുറൽ പോണ്ട്. അങ്ങനെ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളിലെ പോസിറ്റീവ്സ്, നെഗറ്റീവ്സ്, ഗുണങ്ങൾ, ദോഷങ്ങൾ, അങ്ങനെ എല്ലാം അതിനെപ്പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പഠിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരു മത്സ്യകൃഷി എന്ന ഒരു ആശയം മനസ്സിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഏത് സിസ്റ്റമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് സ്വന്തമായിട്ട് ഒരു കുളം കുഴിക്കണോ, അല്ലെങ്കിൽ ബയോഫ്ലോക്ക് നമ്മൾ ടാങ്ക് ചെയ്യണോ, അല്ലെങ്കിൽ അക്വാഫോണിക്സ് ചെയ്യണോ, അങ്ങനെ പല രീതിയിലായിരിക്കും പലരും ചിന്ത പോവുക. അപ്പോൾ നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് തിരഞ്ഞെടുക്കാം. അതിനകത്ത് സാമ്പത്തികമായിട്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലുമായിട്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്, പിന്നെ മീനിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എടുക്കേണ്ടത് നാച്ചുറൽ പോണ്ടിനെ പറ്റി പറയും. എന്താണ് നാച്ചുറൽ പോണ്ട്? നാച്ചുറൽ പോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി ഒരു കുളം, ഒരു പറമ്പിലൊരു കുളം, അതിനകത്തൊരു ഉറവ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആ വെള്ളം വേറെ വഴി പോകുന്നുണ്ടായിരിക്കും. നോർമലി അവിടെ വരുന്ന വെള്ളമാണ് നാച്ചുറൽ പോണ്ട് എന്ന് പറയുന്നത്, നോർമൽ കുളം. അതാണ് ഒരു തുടക്കക്കാരന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മത്സ്യകൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. അവിടെ നമുക്ക് എന്താ പറയുക, വലിയ ബുദ്ധിമുട്ടില്ല, കഷ്ടപ്പാടില്ല, ചിലവ് കുറവാണ്. എങ്ങനെ നോക്കിയാലും അതാണ് ബെനിഫിറ്റ്. അതുപോലെ നമ്മൾ നോർമലി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ pH, അമോണിയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയൊക്കെ ആവശ്യം വരും. പക്ഷെ ഇതിലേക്ക് നമുക്ക് അങ്ങനത്തെ ഒരാവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടി മണ്ണാണ്. നാച്ചുറൽ പോണ്ട് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റുള്ളൊരു എന്താ പറയുക, അതിന് പറ്റിയൊരു കാലാവസ്ഥ, അതായത് ഒരു മത്സ്യങ്ങൾക്ക് വളരാൻ പറ്റിയൊരു അന്തരീക്ഷം ആ നാച്ചുറൽ പോണ്ടിലുണ്ട്. ബാക്കിയുള്ള എല്ലാം നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് ബയോഫ്ലോക്ക് ആണെങ്കിലും അക്വാഫോണിക്സ് ആണെങ്കിലും പടുതാക്കുളം ആണെങ്കിലും, അതുപോലെ ഹൈഡ്രോഫോണിക്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അത്, പിന്നെ റാസ്, പിന്നെ ഇപ്പം ന്യൂവാൽഗി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നാച്ചുറൽ അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൻ്റേതായ നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. അപ്പോൾ തുടക്കക്കാരന് സ്വന്തമായിട്ടൊരു കുളം, സ്വന്തമായിട്ട് ഒരു പറമ്പിലോ ഒരു ഏരിയയിലോ കുളം ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആ കൃഷിയാണ്. അതാകുമ്പോൾ നമുക്ക് വലിയ ചിലവില്ല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഓൾറെഡി അവിടെ കുളം ഉണ്ടാകും. നമ്മൾ അതിനകത്ത് വെള്ളം വറ്റിച്ച് മീനിനെ ഇടുക, വെള്ളം കയറ്റി മീനിനെ ഇടുക മാത്രമേ മതി. വെള്ളം കയറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിനകത്ത് വേറെ കള മത്സ്യങ്ങൾ എന്ന് പറയും, അതായത് വരാലെന്ന് പറയും, ബ്രാലെന്ന് പറയും, അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇറക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഇവർ നശിപ്പിക്കും, ഇവർ തിന്നും. അപ്പോൾ അത് നമുക്ക് സക്സസ് ആവില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെള്ളം കയറ്റി മീനെ ഇറക്കുന്നു. അതിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ തന്നെ കുറേ ഒരുവിധ ഫുഡൊക്കെ ആ കുളത്തിൽ തന്നെ ഉണ്ടാവും. നമ്മൾ പിന്നെ ചെറിയൊരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. അത് നമ്മൾ കൊടുക്കുക പെല്ലറ്റ് ആയിരിക്കില്ല. നോർമലി ഇപ്പോൾ എൻ്റെ വീടിനടുത്ത് ഇവിടെ ഒരു ഏക്കർ കുളമുണ്ട്, നാച്ചുറൽ കുളം. അതിൽ അവർ കൊടുക്കുന്നത് ബ്രെഡ് വേസ്റ്റാണ്. ബ്രെഡ് വേസ്റ്റ്, കടലപ്പിണ്ണാക്ക്, അങ്ങനെ പിണ്ണാക്ക് ഐറ്റംസും ബ്രെഡ് വേസ്റ്റ്, ഇതൊക്കെയാണ്. ബ്രെഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ ബ്രെഡ് ഫാക്ടറികളിൽ പോയി കഴിഞ്ഞാൽ പഴയ സ്റ്റോക്ക് ബ്രെഡ്, എക്സ്പയറി കഴിഞ്ഞ ബ്രെഡ് അവർ റിട്ടേൺ എടുക്കും. ആ റിട്ടേൺ ബ്രെഡ് ഒരു പാക്കറ്റ് 5 രൂപ റേറ്റിലും 3 രൂപ റേറ്റിലും ബൾക്കായിട്ട് എടുത്തിട്ട് കുളത്തിൽ കൊണ്ട് തട്ടും. പിന്നെ പച്ചക്കറി വേസ്റ്റ് തട്ടാം. ഇതൊക്കെ കൊടുത്താൽ നമുക്ക് ഒരുപാട് ചിലവ് കുറഞ്ഞ് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അതുപോലെ മഴവെള്ളം, pHൻ്റെ കാര്യം ഞാൻ പല ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. pH മാറുമ്പോൾ മീനിന് ഇഷ്യൂസ് ഉണ്ടാവുമെന്നൊക്കെ. പക്ഷേ ഈ നാച്ചുറൽ പോണ്ടിൽ അങ്ങനെ ഒരു ഇഷ്യൂസൊന്നും അങ്ങനെ ഇന്ന് വരെ കണ്ടു വന്നിട്ടില്ല. കാരണം അവിടെ വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ്. നമ്മൾ വിചാരിക്കാത്ത ഒരു ലെവലിലായിരിക്കും അതിനകത്ത് വെള്ളം. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ മണ്ണ് ഉള്ളതുകൊണ്ടും ഈ മണ്ണിലെ ലവണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും നാച്ചുറൽ പോണ്ട് എപ്പോഴും സേഫ് ആയിരിക്കും. തുടക്കക്കാർക്ക് ബെസ്റ്റാണ് നാച്ചുറൽ പോണ്ട്. ഇതൊക്കെയാണ് നാച്ചുറൽ പോണ്ടിനെ പറ്റി പറയാനുള്ളത്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പോണ്ടിൽ നമുക്ക് ഒരുവിധ എല്ലാ മത്സ്യങ്ങളെയും ഇറക്കാൻ പറ്റും. ബാക്കിയുള്ള ഏരിയകളിൽ ഈ പറഞ്ഞ ബാക്കി നമ്മൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന ഏരിയകളിൽ എല്ലാ മത്സ്യങ്ങളും നമുക്ക് വളർത്താൻ പറ്റിയെന്ന് വരില്ല. കാരണം അതിൻ്റെ അന്തരീക്ഷവും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായതുകൊണ്ടും എല്ലാ മത്സ്യങ്ങളും അവിടെ കറക്റ്റായി വളരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാർപ്പ് വെറൈറ്റീസ്, ഗ്രാസ് കാർപ്പ്, മൃഗാല, രോഹു, അങ്ങനത്തെ ഐറ്റംസൊക്കെ, അതൊക്കെ കാർപ്പ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ വലിയ മീനുകളാണ്. അതൊക്കെ 3 കിലോ തൊട്ടിട്ട് 15 കിലോ വരെ വെയിറ്റ് വയ്ക്കുന്ന മീനുകളാണ്. ആ മീനുകളെ നമുക്ക് ബാക്കിയുള്ള ഏരിയകളിൽ വളർത്താൻ പറ്റില്ല. അപ്പം അത് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് കണക്കാക്കാം. പിന്നെ ചിലവ് കുറയുന്നതും അതൊക്കെ ഒരു പോസിറ്റീവ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാച്ചുറൽ പോണ്ടിനെ പറ്റി പരിചയപ്പെട്ടത്. നാച്ചുറൽ പോണ്ടിനെ പറ്റിയാണ്. ഇനി നമുക്ക് അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത് പടുതാക്കുളം. അതായത് തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരാളെ എടുക്കുമ്പോൾ, ആരാണെങ്കിൽ അവരെടുക്കുമ്പോൾ അവർക്ക് എപ്പോഴും നാച്ചുറൽ പോണ്ടായിട്ട് സ്വന്തമായിട്ട് ഒരു നാച്ചുറൽ പോണ്ട് ഉള്ളൊരു വ്യക്തി എപ്പോഴും നാച്ചുറൽ പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ ഇപ്പം എനിക്ക് ഉദാഹരണമാണ് എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ
എനിക്കിപ്പോൾ സ്വന്തമായിട്ട് ഈ ഒരു പറമ്പിൽ ഒരു നാച്ചുറൽ പോണ്ട് ഇല്ല. ഇവിടെ അഥവാ കുഴിച്ചാൽ തന്നെ വെള്ളം കിട്ടില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം പടുതാക്കുളമാണ്. അതല്ലാതെ വേറെയും ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ അത് ഇതിൽ പെടില്ല. പടുതാക്കുളം എന്ന് പറഞ്ഞാൽ വെറും ഒരു ഷീറ്റ് ഇട്ട് കുളം കുഴിച്ച് മീനെ വളർത്തുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ അതിനകത്ത് മെയിൻ കണ്ടൻറ്റ് നമുക്ക് വരുന്ന ചിലവ് വരുന്നത് അതിൻ്റെ പടുതയ്ക്കാണ്. പടുതയെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരുപാട് തരം പടുതകളുണ്ട്. അതായത് പടുത എന്ന് ഉദ്ദേശിക്കുന്നത് സിൽപോളിൻ ഷീറ്റ് ഉണ്ട്, ടാർപോളിൻ ഷീറ്റ് ഉണ്ട്, HDP ഷീറ്റ് ഉണ്ട്. സിൽപോളിൻ എന്ന് പറഞ്ഞാൽ മാക്സിമം വരുന്ന അതിൻ്റെ GSM കണക്ക് വരുന്നത് 200 മുതൽ 250 GSM വരെ. 250 അങ്ങനെ സുലഭമായിട്ട് എല്ലായിടത്തും കിട്ടില്ല. 200 GSM വരെയാണ് നമ്മൾ നോർമലി കടകളൊക്കെ കിട്ടുക. ഈ സംഭവം പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചേക്കുന്നതാണ്. ഇത് വില കുറവാണ്. ചില ആൾക്കാർ അത് വെച്ച് മീൻ വളർത്തും. അത് ഞാനിപ്പോൾ ഇവിടെ വളർത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം. അത് ഫ്ലോപ്പാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു 3 മാസമായപ്പോൾ അത് ലീക്കായിപ്പോയി. എൻ്റെ 3 മാസം കൊണ്ട് ലീക്കായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം 3 മാസം കൊണ്ട് ലീക്കാവണമെന്നില്ല. ചിലർക്ക് 1 വർഷമൊക്കെ കിട്ടുന്നവരുണ്ട്, 2 വർഷം കിട്ടുന്നവരുണ്ട്. അതിന് വില കുറവാണ്. പിന്നെ ഒരു ക്വാളിറ്റി തൊട്ടടുത്ത് നിൽക്കുന്ന ക്വാളിറ്റിയാണ് HDP ഷീറ്റ്. HDP ഷീറ്റ് എന്ന് പറഞ്ഞാലും ഇതേ പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് അതും വരുന്നത്. ചിലരത് HDP വിലക്കുറവ് നോക്കി നൈലോൺ ഷീറ്റാണെന്ന് പറഞ്ഞ് പറ്റിക്കലുണ്ട്, വിൽക്കുന്നവരൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഷീറ്റാണ്, അതായത് ഏറ്റവും ബെസ്റ്റ് ഷീറ്റ് എന്ന് പറയാൻ നൈലോൺ PVC കോട്ടൺ മെറ്റീരിയൽ, നൈലോൺ PVC കോട്ടൺ ഫാബ്രിക് എന്ന് പറയും. ആ മെറ്റീരിയൽ വെച്ചിട്ടാണ് എല്ലാവരും, അതായത് സബ്സിഡി കണക്ക് പ്രകാരം ആണെങ്കിലും ശരി, എല്ലാ രീതിയിലും നമുക്ക് മീൻ വളർത്താൻ വേണ്ടി യോഗ്യമായ കറക്റ്റ് ഷീറ്റ് നൈലോൺ PVC കോട്ടൺ മെറ്റീരിയലാണ്. ആ ഷീറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയർ വഴി അയച്ചു തരുന്നതാണ്. പിന്നെ ഈ ഷീറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പടുതാക്കുളത്തിൻ്റെ മെയിൻ പടുതയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പടുത ഷീറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ 270 GSM തൊട്ടിട്ട് 1350 GSM വരെയാണ് ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത്. ഈ GSM എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തിക്നെസ്സാണ്. 270 GSM തിക്നെസ്സും 1350 GSM തിക്നെസ്സും വ്യത്യാസമുണ്ട്. അതുപോലെ നാച്ചുറൽ പോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 1 ഏക്കറായിരിക്കും, ചിലപ്പോൾ ഒരു 5 സെൻറ്റ് ആയിരിക്കും, ചിലപ്പോൾ 1 സെൻറ്റ് ആയിരിക്കും. അങ്ങനെ പല സൈസിൽ വരും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പടുത ഇട്ടിട്ടും എത്ര ഏരിയ വേണമെങ്കിലും നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ 10 ഏക്കറിലേക്ക് ഒറ്റ ഷീറ്റ് ആക്കി തരും. അല്ലെങ്കിൽ 5 സെൻറ്റിലേക്കോ അല്ലെ 1 സെൻറ്റിലേക്കോ അല്ലെ ഒരു ചെറിയൊരു ഏരിയയിലേക്കോ എങ്ങനെയാണെങ്കിലും ഷീറ്റ് കിട്ടും. നമ്മൾ ഷീറ്റ് സെലക്ട് ചെയ്യേണ്ടത് പല ആൾക്കാരെ ഒരു ഇതാണ്, ഏറ്റവും വില കുറഞ്ഞ ഷീറ്റ് എടുക്കാം. ഈ വില കുറഞ്ഞ ഷീറ്റ് ആകുമ്പോൾ നമുക്ക് ഇത്ര ഏരിയ ആണെങ്കിലും വലിയ ചിലവ് വരില്ലല്ലോ എന്നുള്ളൊരു ഇത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ഷീറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ക്വാളിറ്റി നോക്കണം. അതായത് നമ്മുടെ വാട്ടർ കപ്പാസിറ്റി നോക്കണം. വാട്ടർ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മളെപ്പോഴും ഷീറ്റ് തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ ഉദാഹരണം ഒരു 5000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ആൾ ആ ഷീറ്റ് ആ ഒരു ലെവലിലേക്ക് ഒരു 270 GSM മതി. പക്ഷേ ഒരു 15000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരാൾ, മീൻസ് വാട്ടർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കിലേക്ക് നമുക്ക് 550 GSM ആണ് പ്രിഫർ ചെയ്യുക. അതുപോലെ 50000 ലിറ്ററിൻ്റെ മുകളിൽ, അതായത് ഒരു 50000 ചിലപ്പം ഒരു 85000 ലിറ്ററിൻ്റെ അടുത്തൊക്കെ വരുമ്പം 630 GSM ഷീറ്റായിരിക്കും അവർക്ക് യോഗ്യമായ ഷീറ്റ്. പക്ഷേ പലരും ചിലപ്പോൾ ഈ 270 GSM ഷീറ്റ് എടുത്തിട്ട് 1 ഏക്കർ സ്ഥലത്തേക്കോ അല്ലെ ഒരു 2 സെൻറ്റ് സ്ഥലത്തേക്കോ ഒക്കെ ഇടും. അങ്ങനെ ഇട്ട് കഴിയുമ്പം അത് ലൈഫ് കിട്ടില്ല, പെട്ടെന്ന് അത് പോവും. ഇത് എല്ലാ ഷീറ്റിനും വാറണ്ടി ഉള്ളതാണ്. ഈ വാറണ്ടിക്കും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ വാട്സാപ്പ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഷീറ്റ് വേണമെങ്കിൽ അവിടെ ഡെലിവറി ചെയ്ത് തരും. ഇതൊക്കെയാണ് ഷീറ്റിനെ പറ്റി പറയാനാണെങ്കിൽ. ഇനി നമുക്ക് പടുതാക്കുളത്തെ പറ്റി പറയാനാണെങ്കിൽ, പടുതാക്കുളം എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ കുഴിക്കുന്നു, മണ്ണ് കുഴിച്ചിട്ട് വെള്ളം കിട്ടാത്ത ഏരിയ ആയതുകൊണ്ട് നമ്മൾ പടുത ചെയ്യുന്നത്. മണ്ണ് കുഴിച്ചിട്ട് അവിടെ നമ്മൾ ഷീറ്റ് ഇടുന്നു. ഷീറ്റിന് നമ്മൾ അടിയിൽ ഷീറ്റ് പെട്ടെന്ന് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി അതിനനുസരിച്ചുള്ള ലൈനറും കാര്യങ്ങളൊക്കെ ഇടണം. അങ്ങനെ ഷീറ്റിട്ട് വെള്ളം നിർത്തി മീൻ വളർത്തുന്നു. ഇതാണ് പടുതാക്കുളം. ജസ്റ്റ് നോർമൽ പോണ്ടിന് പകരം താഴെ മണ്ണ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പിന്നെ ചിലർ ഇതിനകത്ത് തന്നെ മണ്ണിടാറുണ്ട്. ഈ മണ്ണിട്ടാനുള്ള ഗുണവും പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്താ വെച്ചാൽ, മണ്ണിട്ട് കഴിഞ്ഞാൽ മീനിനെ നമുക്ക് അമോണിയ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ പോണ്ടിനകത്ത് അടി മണ്ണാണ്, അല്ലെങ്കിൽ ചെളിയാണ്. ഈ മണ്ണിനകത്ത് ഒരുപാട് ലവണാംശങ്ങളുണ്ട്. ഈ ലവണാംശങ്ങൾക്ക് നമ്മുടെ മീനിൻ്റെ കാഷ്ടത്തിനെ വിഘടിപ്പിക്കാനും അമോണിയ കൺട്രോൾ ചെയ്യാനുമുള്ള കഴിവുണ്ട്. ഇതേ സെറ്റപ്പ് നമുക്ക് നാച്ചുറൽ പോണ്ടിൻ്റെ ഇതേ സെറ്റപ്പ് നമുക്ക് പടുതാക്കുളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം നമുക്ക് ഇതിനടിയിൽ മണ്ണിടാൻ പറ്റും. മണ്ണിടാൻ ഒരു നൈസായിട്ട് ഇടുന്നതല്ല, ഒരു 4 ഇഞ്ചെങ്കിലും തിക്നെസ്സിനകത്ത് മണ്ണ് കിടക്കുകയാണെങ്കിൽ ഈ ഒരു പരിധി വരെ നമുക്ക് അമോണിയ കൺട്രോൾ ചെയ്യാൻ പറ്റും. അമോണിയ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, അതൊരു ടോക്സിക്കാണ്. അതായത് മത്സ്യത്തിൻ്റെ കാഷ്ടം കുറേ കാലം കെട്ടിക്കിടന്ന് അത് പിന്നീട് അത് അമോണിയായി മാറുകയാണ് ചെയ്യുക. ആ അമോണിയ ഒരുപാടായി കഴിഞ്ഞാൽ മീൻ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്, നല്ല ചത്ത് പോകും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് മണ്ണിടാം. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് എന്താ വെച്ചാൽ, മണ്ണിട്ട് കഴിഞ്ഞാൽ ഷീറ്റിൻ്റെ ലൈഫ് കുറയും. അത് ചിലപ്പോൾ ഒരു 2 വർഷം വാറണ്ടി ഉള്ള സാധനമാണ്, ചിലപ്പോൾ 1 വർഷം ആകുമ്പോൾ ഷീറ്റ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കമ്പനി പറയുകയാണെങ്കിൽ ഒരു 20 വർഷത്തേക്ക് ഷീറ്റ്, ഇത്ര GSM ഉള്ള ഷീറ്റ് 20 വർഷത്തേക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് മണ്ണിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 20 വർഷം എന്നുള്ള ചിലപ്പോൾ ഒരു 15 വർഷം ഷീറ്റ് കിട്ടുള്ളൂ.
അപ്പോൾ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് മീനിനെപ്പോഴും മണ്ണിടുന്നത് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ പടുതാക്കുളത്തിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞു നാച്ചുറൽ പോണ്ടിനകത്ത് pH കാര്യം പ്രശ്നമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പടുതാക്കുളത്തിനകത്ത് വളർത്തുമ്പോൾ നമുക്ക് pH നോക്കണം. അസിഡിക്, ആൽക്കലിക്ക് അങ്ങനെയൊക്കെ പറയും. അത് നമുക്കൊന്ന് നോക്കണം, അതൊന്ന് ബാലൻസ് ചെയ്യണം. എപ്പോഴും നമ്മുടെ വെള്ളത്തിനകത്ത് pH ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറും. മീനിന് വേണ്ട കറക്റ്റ് pH എന്ന് പറഞ്ഞാൽ 7 ആണ്. 6.8 to 7.2 വരെ ആവാം. അതിൽ കൂടിയാലും കുഴപ്പം, മീൻ പെട്ടെന്ന് ചത്തു പോകുന്നതല്ല പറയുന്നത്. അതിൻ്റെ വളർച്ച നമുക്ക് ഒരു കൺട്രോൾഡ് ആയിരിക്കും. അതായത് പെട്ടെന്ന് മീൻ വളരാനുള്ള ഒരു സാഹചര്യം ആ മീൻ ഉണ്ടാവില്ല pH മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നാച്ചുറൽ പോണ്ട് ആകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പടുതയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് അതിനകത്ത് വെള്ളത്തിൻ്റെ pH നോക്കണം. pH നോക്കുന്നത് എങ്ങനെയാണ്, pHൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ ഒന്ന് pH, പിന്നെ അതുപോലെ അമോണിയയും എപ്പോഴും ഒരുപാടായി കഴിഞ്ഞാൽ മീനിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഫിൽട്രേഷൻ ഒന്നും ഇല്ലെങ്കിൽ അമോണിയ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പടുതാക്കുളത്തിനകത്ത് നമുക്ക് രണ്ട് രീതി മീൻ വളർത്താം. ഒന്നെന്ന് പറഞ്ഞാൽ എയറേഷൻ കൊടുത്തിട്ടും ഒന്ന് എയറേഷൻ കൊടുക്കാതെയും. നമുക്ക് ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എയറേഷൻ കൊടുത്തും ഫിൽട്രേഷൻ ചെയ്തും വേണം മീൻ വളർത്താൻ. എന്നാൽ നമുക്ക് അധികം മീനിനെ ഇട്ട് അതിനകത്ത് വളർത്തിയെടുക്കാൻ പറ്റും. അതല്ല നമുക്ക് വീട്ടിലേക്കുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കുളം കുഴിച്ച് മീൻ വളർത്തുന്നതെങ്കിൽ നമുക്ക് ഫിൽട്രേഷനോ എയറേഷനോ ആവശ്യമില്ലാതെ 100 ലിറ്ററിൽ ഒരു മീൻ എന്ന കണക്കിൽ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈ അമോണിയ pH അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ എയറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മീനിനെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ പടുതാക്കുളത്തെ പറ്റി പറയാനുള്ളത്. പിന്നെ വെയിലിൻ്റെ ഒരു കാര്യം പറയുകയാണ്. നാച്ചുറൽ പോണ്ടിനകത്ത് എത്ര വെയിൽ കൂടിയാലും എത്ര വെയിൽ കുറഞ്ഞാലും ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ നമ്മൾ പടുതാക്കുളത്തിനകത്ത് ഒരുപാട് വെയിലായി കഴിഞ്ഞാൽ മീനിനകത്ത് മീനിൻ്റെ വെള്ളത്തിനകത്ത് ആൽഗെ ഫോം ചെയ്യും. ഈ പച്ച കളറാവുന്നതിൻ്റെ റീസൺ ആൽഗയാണ്. ഈ ആൽഗെ ഫോം ചെയ്താണ് മീനിൻ്റെ വെള്ളം പച്ച കളറായി പോകുന്നത്. ഈ ആൽഗെ എന്ന് പറഞ്ഞാൽ ഒരു തരം സൂക്ഷ്മ സസ്യമാണ്. ഈ സസ്യം നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച പോലെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയും, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയും. ഈ ഒരു പ്രക്രിയ വഴി പകൽ സമയങ്ങളിൽ സൂര്യൻ്റെ സാന്നിധ്യത്താൽ അത് ഓക്സിജനെ പുറത്ത് വിടുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പം പകലെപ്പോഴും വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ടാവും. വെയിൽ കൊള്ളുന്ന കാര്യമാണ് പറയുന്നത്. വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലം എപ്പോഴും ഓക്സിജൻ ഉണ്ടാവും. പക്ഷേ രാത്രി കാലങ്ങളിൽ ഇതേ പ്രക്രിയ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. രാത്രി കാലങ്ങളിൽ സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് ഈ പച്ച കളറാകുന്ന പച്ച സസ്യം സൂക്ഷ്മ സസ്യങ്ങൾ ഈ ഓക്സിജനെ വലിച്ചെടുക്കും. അപ്പോൾ മീനിന് രാത്രി ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ ഒരുപാട് സൂര്യപ്രകാശം കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കാരണം രാത്രി കാലങ്ങളിൽ ഓക്സിജൻ്റെ അളവ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരങ്ങളിൽ നമ്മൾ എയറേഷൻ്റെ ആവശ്യമുണ്ട്. എയറേഷൻ ഇട്ട് കൊടുക്കേണ്ടി വരും. അതിൻ്റെ പമ്പും കാര്യങ്ങളും നമ്മളതിലുണ്ട്. മത്സ്യകൃഷിക്ക് മീൻ കുഞ്ഞൊഴികെ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും. പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം വെയിലിനെ ഒന്ന് രീതി കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. ഇതിപ്പോൾ എൻ്റെ പടുതാക്കുളമാണ്. അതിപ്പോൾ ഞാൻ അവിടെ മൊത്തം ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് 50% വെയിൽ കയറുന്ന രീതിയിലുള്ള ഷീറ്റാണ് ഇട്ട് കവർ ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ നമുക്കൊരു 50% വെയിൽ അതിനകത്ത് കയറുള്ളൂ. മൊത്തത്തിൽ വെയിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പച്ച കളറാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഇട്ടിട്ട് തന്നെ വെള്ളം പച്ച കളറായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ലെവൽ മെയിൻറ്റൈൻഡ് ആയിരിക്കും. ഒരുപാട് പച്ചയാവാതെ ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെ ഇടുകയാണെങ്കിൽ. 100 ലിറ്ററിൽ ഒരു മീൻ എന്ന് പറഞ്ഞ കണക്കിൽ വളർത്തുമ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫിൽട്രേഷനോ എയറേഷനോ ഒന്നും അത്ര അത്യാവശ്യമല്ല. പക്ഷേ നമുക്കൊരു മാസത്തിൽ ഒരിക്കലെങ്കിലും അടിത്തട്ടിൽ നിന്നുള്ള വെള്ളം വലിച്ചെടുത്ത് പുറത്ത് കളയാൻ പറ്റിയാൽ ഒരുവിധം അമോണിയ ഒരുവിധം വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്ത് പോകും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം അതൊരു കാര്യമാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് പടുതാക്കുളത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അടുത്തത് ഇപ്പോൾ 2 നമ്മൾ പരിചയപ്പെട്ടു. അടുത്തത് നമുക്ക് പറയാനുള്ളത് അക്വാപോണിക്സ് എന്ന് പറയും. അക്വാപോണിക്സ് പറഞ്ഞാൽ ഇതൊരു സമ്മിശ്ര കൃഷിയാണ്. അതായത് മത്സ്യകൃഷിയും പച്ചക്കറി വളർത്തലും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അക്വാപോണിക്സിനകത്ത് മത്സ്യത്തിൻ്റെ കാഷ്ടം ചെടികൾക്ക് വളമായി മാറുകയും ഈ ചെടികൾ അതിനെ കാഷ്ടത്തിനെ വിഘടിപ്പിച്ച് നൈട്രേറ്റും ആക്കി കൺവേർട്ട് ചെയ്ത് തിരിച്ച് അത് മത്സ്യക്കുളത്തിലേക്ക് തിരിച്ചു വിടുന്നു. ഈ പ്രക്രിയയാണ് നമ്മൾ അക്വാപോണിക്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒന്നാമത് ചെയ്യാൻ പറ്റുന്നത് നാച്ചുറൽ പോണ്ട്, രണ്ടാമത്തത് പടുതാക്കുളം, മൂന്നാമത്തത് അക്വാപോണിക്സ്, നാലാമത്തത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബയോഫ്ലോക്ക്. അപ്പം ബയോഫ്ലോക്ക് നമുക്ക് അടുത്ത പരിചയപ്പെടാം. അക്വാപോണിക്സിനെ പറ്റി പറയാനാണെങ്കിൽ അക്വാപോണിക്സ് പറഞ്ഞാൽ പടുതാക്കുളം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു ടാങ്ക്, ഒന്നിലൊരു സിമെൻറ്റ് ടാങ്ക് ആകാം, അല്ലെങ്കിൽ ഈ പടുത വെച്ചിട്ടുള്ള കുളമായിരിക്കാം. ഇതിനകത്തൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അക്വാപോണിക്സ് എന്നുള്ള സിസ്റ്റത്തിലേക്ക് മാറ്റി കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1 സെൻറ്റ്, അതായത് ഗവൺമെൻറ് കണക്ക് പ്രകാരം 1 സെൻറ്റ് കുളത്തിന് 3 സെൻറ്റ് ഗ്രോ ബെഡ് എന്ന രീതിയിലാണ്
അക്വാപോണിക്സ് ചെയ്യുന്ന കറക്റ്റ് അതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ആരും അങ്ങനെയൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. എങ്കിലും നമുക്കൊരു നല്ല ലെവലിൽ ഗ്രോ ബെഡിൻ്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മീനിനെ എത്ര എണ്ണം ഇടുന്നോ അതിനനുസരിച്ചുള്ള ഗ്രോ ബെഡാണ് നമ്മളിവിടെ കാൽക്കുലേഷനിൽ വരുന്നത്. കാരണം ഈ വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റ് സബ്മേഴ്സിബിൾ പമ്പ് വഴി വലിച്ചെടുത്ത് 3 ബാരൽ സെറ്റ് ചെയ്ത് ആ ബാരലിനകത്തേക്ക് പോയി ആദ്യത്തെ ബാരൽ റൊട്ടേറ്റ് ചെയ്ത്, രണ്ടാമത്തെ ബാരൽ റൊട്ടേറ്റ് ചെയ്ത്, മൂന്നാമത്തെ ബാരൽ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് പൈപ്പ് വഴി നേരെ ഗ്രോ ബെഡിൽ പോയിട്ട് ഗ്രോ ബെഡിൽ നിന്നും ഈ വേസ്റ്റ്, അതായത് ഈ വേസ്റ്റല്ല ബാക്കിയുള്ള വെള്ളത്തിനകത്ത് ചെറിയ കണ്ടൻറ്റുള്ള അമോണിയ കണ്ടൻറ്റ് ഈ ഗ്രോ ബെഡിൽ പോയിട്ട് അവിടെ നിന്ന് ഇതിനെ ചെടിയുടെ വേരുകൾ വലിച്ചെടുത്ത് നൈട്രേറ്റുമായി കൺവേർട്ട് ചെയ്ത് ആ വെള്ളമാണ് നമ്മൾ തിരിച്ച് മത്സ്യക്കുളത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത്. ഇതാണ് സിസ്റ്റം. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ചിലവ് കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പഴുതാക്കുളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്രോ ബെഡ് സെറ്റ് ചെയ്യണം, ഒരു എയറേഷൻ കമ്പൽസറി ആയിട്ട് വേണം, ഫിൽട്രേഷൻ യൂണിറ്റ് വേണം, സബ്മേഴ്സിബിൾ പമ്പ് വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ എക്സ്പെൻസ് ആയിട്ട് ഇതിലേക്ക് വരും. പിന്നെ അതിൻ്റെ പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ നമുക്ക് പടുതാക്കുളത്തിൽ വളർത്താവുന്ന മീനുകളെക്കാളും ഒരുപാട് എണ്ണം കൂടുതൽ നമുക്ക് അക്വാപോണിക്സിനകത്ത് വളർത്താൻ പറ്റും. കാരണം ഇവിടെ ഒരു റൊട്ടേഷൻ, വാട്ടർ റൊട്ടേഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു റൊട്ടേഷൻ, ഞാൻ പറഞ്ഞ റൊട്ടേഷൻ, അതാണ് ഒരു സൈക്കിളായിട്ടാണ് മാറുന്നത്. അങ്ങനെ മാറുമ്പം ഇതിനകത്ത് അമോണിയയുടെ കണ്ടൻറ്റ് കുറവായിരിക്കും. pH ഒരു ഇത് എപ്പോഴും ബാലൻസ് ആയി തന്നെയായിരിക്കും ഇരിക്കുക. പക്ഷെ നമുക്കിതിൻ്റെ ഒരു വേറൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ലാണ്. കറണ്ട് ബില്ല് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. കാരണം റൊട്ടേഷൻ ഉണ്ടാക്കും. മെറ്റൽ ഫ്രെയിം, ഇതിൻ്റെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് സാധനം. ഈ ഇതുപോലൊരു ഫ്രെയിം ഉണ്ടാക്കി അതിനകത്തേക്ക് നമ്മൾ ഒരു ലൈനർ പോലെ എന്തെങ്കിലും ഒരു ഷീറ്റ് വിരിച്ചോ അല്ലെങ്കിൽ ചാക്ക് വിരിച്ചോ അല്ലെങ്കിൽ പോഞ്ച് വെച്ചോ എന്നിട്ട് അതിനകത്തേക്ക് ഈ ഷീറ്റ് ഇട്ട് അതിനകത്ത് നീ വളർത്തും. ഇതിൻ്റെ ഒരു മെയിൻ നെഗറ്റീവ് എന്ന് പറയാൻ കറണ്ടാണ്. കറണ്ട് തീരെ പോകാൻ പാടില്ല. അതിന് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ബാക്കപ്പ് വേണം. ഒന്നിൽ ഇൻവെർട്ടർ അല്ലെങ്കിൽ സോളാർ, അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ബയോഫ്ലോക്ക് സക്സസ് ആവുള്ളൂ. പിന്നെ അതുപോലെ വേറെ ഏതിനകത്താണെങ്കിലും നാച്ചുറൽ പോണ്ട് ഒഴികെ ബാക്കി ഏതിനകത്താണെങ്കിലും നമ്മൾ ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുക്കണം. പക്ഷേ ബയോഫ്ലോക്കിനകത്ത് നമ്മൾ ആദ്യം നിറയ്ക്കുന്ന വെള്ളം 6 മാസമാണ് വിളവെടുപ്പെങ്കിൽ 6 മാസം വിളവെടുക്കുന്ന അതുവരെ വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ നിറയ്ക്കുന്ന വെള്ളം മാത്രമാണ് അവസാനം വരെ മീനിനെ പിടിക്കുന്നത് വരെ ഉണ്ടാകുക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മീനിനെ വളർത്തുന്നതിന് പുറമെ ഫ്ലോക്കിനെ വളർത്തുന്നുണ്ട്. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ സൂക്ഷ്മാണുക്കളാണ്. അതിനെ നമ്മൾ വളർത്തി അത് വെച്ചിട്ടാണ് ഈ മീനുകൾ. അതിനെ വളർത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മീനിൻ്റെ കാഷ്ടം, അതായത് അമോണിയ, മീനിൻ്റെ കാഷ്ടം ഇത് തിന്നുകയും അതിനെ വിഘടിപ്പിക്കുകയും അത് വീണ്ടും ഒരു ഫുഡായി മാറി ആ ഫുഡിനെ മത്സ്യം കഴിക്കുകയും ചെയ്യുകയാണ്. ഇതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു ലഭ്യത, അത് ആദ്യം നിറയ്ക്കുന്നത് വെള്ളം മതി ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മീൻ കൂടുതലിടാം. അതായത് ഇപ്പോൾ ഒരു 100 ലിറ്റർ ഒരു മീൻ എന്ന് പറഞ്ഞാൽ കണക്കൊന്നും അല്ല. അതിന് 14 ലിറ്ററിനകത്ത് ഏകദേശം 1500 മീൻ, 2000 വരെ മീനിടാം 14 ലിറ്ററിനകത്ത് ഏകദേശമാണ് പറഞ്ഞത്. അപ്പം ഒന്നത്, അപ്പോൾ ഈ കുറഞ്ഞ ഏരിയയിൽ ഉള്ള കൂടുതൽ മീനിനെ വളർത്തരുത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മീനിന് കൊടുക്കുന്ന ഫുഡിൻ്റെ അളവിനെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മീൻ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്ലോക്കിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണം, ആ ഒരു കണ്ടൻറ്റ് അത് നമ്മൾ മീൻ കുറേയൊക്കെ കഴിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിനുകൊണ്ട് നമുക്ക് നമ്മൾ നോർമലി വളർന്ന ഫുഡിനേക്കാളും ഒരു 10% അല്ലെങ്കിൽ 20% ഇതിൽ കുറച്ച് കൊടുത്താൽ മതി. ഇതൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ്സ്. നെഗറ്റീവ്സ് എന്ന് പറയാൻ ഒരേ ഒരു കാര്യം കറണ്ടാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് ഫ്ലോക്ക് ചത്തു തുടങ്ങും. ഈ ഫ്ലോക്ക് ചത്തു കഴിഞ്ഞാൽ പിന്നെ മീനും അതിനനുസരിച്ച് മീനിനെ അത് ബാധിക്കും. മീനും വളർച്ച കുറയും. വളർച്ച കുറയല്ല, പെട്ടെന്ന് തന്നെ മീനും ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുമ്പൊക്കെ ഒരുപാട് ന്യൂസിലും ടി വിയിലൊക്കെ വന്നിരുന്നു. പല സ്ഥലങ്ങളിലായിട്ടും കറണ്ട് ഓഫ് ചെയ്ത് പോയി. ചില എന്താ പറയുക, അടുത്തുള്ള വീട്ടിലുള്ള ആരെങ്കിലും കുട്ടികളൊക്കെ വന്ന് ഓഫ് ചെയ്ത് പോയി. അല്ലെങ്കിൽ ഇങ്ങനെ ചില ആൾക്കാർ മനഃപൂർവ്വം ഓഫ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഓഫ് ചെയ്ത് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ എല്ലാ മീനും ചത്തു പോകുന്നു. 2500 മീൻ, 5000 മീനൊക്കെ ചത്തു പോകുന്നു എന്നൊക്കെ. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ വേറെ ഒരു സിസ്റ്റത്തിനകത്തും ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ കറണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് മീനൊന്നും ഒരിക്കലും ചാകില്ല. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. നമ്മൾ ഈ വെള്ളത്തിനകത്ത് ഈ മീനിന് കൊടുക്കുന്ന ഫുൾ ഓക്സിജനും കൃത്രിമം മാത്രമാണ്. ഒരു തുള്ളി പോലും അതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഓക്സിജൻ ഇല്ല. ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മീനെ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരാഴ്ചത്തെ ഓക്സിജൻ, അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഓക്സിജൻ സൃഷ്ടിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഓക്സിജൻ അല്ലാതെ വേറെ എവിടെ നിന്നും അതിന് ഓക്സിജൻ കിട്ടാൻ വകുപ്പില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മീൻ ചത്തുപോകാനുള്ള കാരണം. പക്ഷേ കുറഞ്ഞ ഏരിയയിൽ ഒരുപാട് മീനെ വളർത്താൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ സവിശേഷതയായിട്ട് വരുന്നത്. അതിനകത്ത് നമുക്ക് കിട്ടുന്ന വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 350 ഗ്രാം, ഒരു 250 മുതൽ 350 ഗ്രാം വരെയൊക്കെ ഒരു മീൻ കിട്ടുള്ളൂ. എങ്കിലും അത് മതി. അതായത് അത്രേ നമുക്ക് ചിലവുള്ളൂ. ഒരു ചെറിയ ഫ്രെയിം കെട്ടി ഒരു ഷീറ്റ് ഇടാന്ന് പറഞ്ഞാൽ
ഉദാഹരണം ഒരു 15, 20, 25 രൂപയ്ക്കുള്ളിൽ നമുക്ക് മൊത്തം ഒരു 4 മീറ്റർ ഡയമീറ്ററിലുള്ള ഷീറ്റ് അടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിന് ചിലവ് കുറവാണ്, ബുദ്ധിമുട്ടും കുറവാണ്. പിന്നെ pH അമോണിയം ചെക്ക് ചെയ്യും, നൈട്രേറ്റും എല്ലാം ചെക്ക് ചെയ്യും. അങ്ങനെ ബയോഫ്ലോക്ക് ചെയ്യുന്നവർ നോർമലി അതിൻ്റെ ഒരു കിറ്റ് വാങ്ങും കിട്ടും. ഇതാണ് ആ കിറ്റ്. ഇത് വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മളതിൽ സാധനമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബയോഫ്ലോക്ക്. അപ്പോൾ എല്ലാവരും ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് ഇതൊന്നും അറിയാതെയാണ്. ഇത്തരം കാര്യങ്ങൾ അറിയാതെ ബയോഫ്ലോക്കിലേക്ക് ഇറങ്ങുന്നു. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മീൻ വളർത്താം എന്നുള്ള ഒറ്റ ഒരു കാര്യം കേട്ടാണ് ബയോഫ്ലോക്കിലേക്ക് ഇറങ്ങുന്നത്. ഇതും കൂടെ ശ്രദ്ധിച്ചാൽ ബയോഫ്ലോക്ക് സക്സസ് ആവും. അപ്പം നമ്മളിന്ന് പരിചയപ്പെട്ടത് നാച്ചുറൽ പോണ്ട്, പടുതാക്കുളം, അക്വാപോണിക്സ്, ബയോഫ്ലോക്ക്, ഈ 4 കാര്യങ്ങളുടെ ബ്രീഫായിട്ടുള്ള ഒരു വിവരമാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ, നിങ്ങളുടെ ഏരിയയ്ക്ക്, നിങ്ങളുടെ സാമ്പത്തികത്തിന്, നിങ്ങളുടെ സമയത്തിന്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിളായി നടക്കുക അത് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അല്ലാതെ മറ്റൊരാൾ വളർത്തി അയാൾക്ക് ഇത്ര ലാഭം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും മത്സ്യകൃഷിക്ക് ഇറങ്ങാൻ പാടില്ല. ഏത് ബിസിനസ്സായാലും അതിൻ്റേതായ ലാഭവും ഉണ്ടാവും, നഷ്ടവും ഉണ്ടാവും. നമ്മൾ മുൻകൂട്ടി കണ്ട് വേണം ഒരു ബിസിനസ്സിന് ഇറങ്ങാൻ. അതുപോലെ തന്നെയാണ് മത്സ്യകൃഷിയുടെ കാര്യം. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. മത്സ്യകൃഷിയോട് അനുബന്ധിച്ചുള്ള എന്ത് സാധനങ്ങളും നമ്മളെ സപ്ലൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എത്തിച്ചു തരും. എൻ്റെ വാട്സാപ്പ് നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുമ്പുള്ള ഞാൻ ചെയ്ത വീഡിയോസ് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വീഡിയോസ് കാണാനുള്ള ലിങ്ക് ഞാനത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ മത്സ്യകൃഷിയുടെ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. അറിയാത്തവർക്ക്, അതായത് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് വേണ്ടിയാണ്, ഒന്നും അറിയാത്തവർക്ക് വേണ്ടി ഉള്ള ഗ്രൂപ്പാണ്. നമുക്ക് അറിയുന്ന രീതിയിലുള്ള അറിവുകൾ ഷെയർ ചെയ്യാനും അവർക്ക് ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്